എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇന്ന് വൈകിട്ടത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. സൂമിൽ കൂടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്കും അതുപോലെ യൂട്യൂബിലൂടെയും മറ്റും ഇത് കേൾക്കുന്ന ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. നാം ദൈവവചനമായ മർക്കോസിൻ്റെ സുവിശേഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 ക്ലാസ്സുകളിലായി നാം ഇതുവരെ 6-ാം അധ്യായം വരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 7-ാം അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാൻ സ്നാപകൻ്റെ ശിരച്ഛേദം ചെയ്ത കാര്യം നാം ചിന്തിക്കുകയുണ്ടായി. 6-ാം അധ്യായത്തിലാണ് അതുള്ളത്. അതിനുശേഷം യേശു ഒരു വലിയ അത്ഭുതം ചെയ്തു. 5000 പേരെ 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ച ആ സംഭവം നാം പഠിക്കുകയുണ്ടായി. തുടർന്ന് യേശു വെള്ളത്തിന്മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുത്ത് എത്തിച്ചേരുന്ന കാര്യമാണ് അതിനുശേഷം നാം ചിന്തിക്കുകയുണ്ടായത്. ഇന്ന് നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരാം. 7-ാം അധ്യായം 1 മുതൽ ഏതാണ്ട് പകുതി ഭാഗം വരെയുള്ള കാര്യങ്ങളായിരിക്കും നാം ഇന്ന് പഠിക്കുക. അതിലുള്ള പ്രധാനമായിട്ടും 2 ഭാഗങ്ങൾ നാം ഇന്ന് ചിന്തിക്കുന്നു. ഒന്ന്, എഗെയിൻസ്റ്റ് സെറിമോണിയലിസം ആൻഡ് ട്രഡീഷൻസ്, ആചാരപരമായ കാര്യങ്ങൾക്കും അതുപോലെ മാനുഷികമായ പാരമ്പര്യങ്ങൾക്കും എതിരായി യേശു നിലപാടെടുക്കുന്നതാണ് 1-ാം ഭാഗം. അത് 13-ാം വാക്യം വരെയാണ്. 2-ാം ഭാഗം എന്നുള്ളത് ആന്തരിക വിശുദ്ധിയുടെ പ്രാധാന്യം. 7-ാം അധ്യായം 14 മുതൽ 23 വരെ നാം അത് കാണുന്നു. ഇത്രയും ഭാഗം നമുക്ക് ആദ്യം ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ബൈബിൾ ക്ലാസ്സിൽ ഇന്ന് പങ്കെടുക്കാം. യേശു അന്നത്തെ മത മേധാവികളുടെ, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും യഹൂദ മത മേധാവികളുടെയും ഒക്കെ കാപട്യത്തെ തുറന്നു കാണിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ആചാരപരത്വം അഥവാ സെറിമോണിയലിസം, കൂടാതെ അവരുടെ അന്ധമായ പാരമ്പര്യത്തെ പിന്തുടരുന്ന ആ ഒരു സ്വഭാവം, ബ്ലൈൻഡ് ട്രഡീഷൻസ്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് യേശു അതിനെതിരായിട്ട് സംസാരിച്ചു. നമുക്ക് 7-ാം അധ്യായം ആദ്യത്തെ ചില വചനങ്ങൾ വായിക്കാം. യെരൂശലേമിൽ നിന്നും പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാർ ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായ പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് യേശുവും ശിഷ്യന്മാരും ഇപ്പോൾ അവർ ആയിരിക്കുന്നത് ഗലീല പ്രദേശത്താണ്. അവിടെയുള്ള, നാം കഴിഞ്ഞ അധ്യായത്തിൽ പഠിക്കുകയുണ്ടായി, ഗന്നേസരത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രവിശ്യയിലാണ്. അത് ഗലീല കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ദേശമാണ്. അവിടെയാണ് യേശു ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യേശുവിനെക്കുറിച്ചുള്ള ഖ്യാതി, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും പ്രസംഗവും ഒക്കെ യഹൂദദേശം മുഴുവനും അത് വല്ലാതെ പടർന്നു പിടിച്ചു. മതമേധാവികൾക്ക് യേശു ഒരു തലവേദനയായി മാറി. അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് യെരൂശലേമിൽ നിന്നും ഒരു ഡെലിഗേഷനെ, ഒരു പ്രതിനിധി സംഘത്തെ, കുറേ ആളുകളെ ഹെഡ്ക്വാർട്ടേഴ്സായ യെരൂശലേമിൽ നിന്നും ഗന്നേസരത്ത് ദേശത്തേക്ക് ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. അവർ വന്ന യേശുവിൻ്റെ ശുശ്രൂഷയിൽ കൂടെ നിൽക്കുകയും അവർ ചില കാര്യങ്ങൾ കണ്ടെത്തി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നാം വായിച്ചത്. യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അതിൻ്റെ ഉദ്ദേശം യേശുവിനെ ചോദ്യം ചെയ്യുക, യേശുവിൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുക, അവനിൽ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അവർ വന്നതിൻ്റെ ഉദ്ദേശം. അവരൊരു ഡെലിഗേഷനായിട്ട്, ഒരു കൂട്ടമായിട്ട് ഈ ഒരു ഉദ്ദേശത്തോടെ വന്നിരിക്കുകയാണ്. അവിടെ 2-ാം വാക്യത്തിൽ അവർ വന്നപ്പോൾ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചില കുറ്റം കണ്ടുപിടിച്ചു. അതായത് ശുദ്ധിയില്ലാത്ത കൈകൾ കൊണ്ട്, കഴുകാത്ത കൈകൊണ്ട് ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നത് ഈ പരീശന്മാരും യെരൂശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും ഒക്കെയും കണ്ടെത്തി. അവിടെ അവരെ കുറ്റപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്.
അതാണ് 3-4 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുകയാണ്. ഇവർ വന്നപ്പോൾ തന്നെ അത് കുറ്റമായിട്ട് കണ്ടുപിടിച്ചു. ഇതാ യേശുവിൻ്റെ ശിഷ്യന്മാർ നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് ശരിയായ വിധത്തിൽ കൈ കഴുകിയിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത് എന്ന് അവർ കുറ്റപ്പെടുത്തി. പലപ്പോഴും നാം ഒക്കെയും മറ്റുള്ളവരിൽ എന്തെങ്കിലും നിസ്സാരമായ കുറ്റങ്ങൾ കണ്ട് അവരെ അക്യൂസ് ചെയ്യുവാൻ, കുറ്റം കണ്ടുപിടിക്കുവാൻ, കുറ്റം പറയുവാൻ നാം വ്യഗ്രതയുള്ളവരാണ്. ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മോചനം ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. അവർ വന്നതിൻ്റെ ഉദ്ദേശം യേശുവിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാനോ അനുഗ്രഹം പ്രാപിക്കാനോ ഒന്നും ആയിരുന്നില്ല. അവർ ദുരുദ്ദേശത്തോടെയാണ് യെരൂശലേമിൽ നിന്നും ഗന്നേസരത്ത് ദേശത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ 3-4 വാക്യങ്ങൾ നോക്കുക. അവിടെ മർക്കോസ് ഈ ആചാരപരമായ വിഷയങ്ങൾ അവിടെ അത് എടുത്തു പറയുകയാണ്. പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് പ്രത്യേകമായ രീതിയിൽ നന്നായിട്ട് കൈ കഴുകിയ ശേഷമേ ഭക്ഷണം കഴിക്കൂ. ചന്തയിൽ പോയിട്ട് വരുമ്പോഴും അവർ പ്രത്യേകമായിട്ട് കൈ കഴുകുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുക അവർക്ക് പതിവായിരുന്നു. ഇത് മോശ കൊടുത്ത നിയമത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല. ഈ മോശയുടെ നിയമത്തിന് ധാരാളം അനുബന്ധങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഈ കഴിഞ്ഞ അനേക തലമുറകൾ കൊണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ട് യഹൂദ മതത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. മർക്കോസ് ഇത് പ്രസ്താവിക്കുന്നത് മത്തായിയോ ലൂക്കോസോ ഒക്കെ പറയുന്നതിനേക്കാൾ ഉപരി മർക്കോസ് ഇത് പറയുന്നുണ്ട്. കാരണം മർക്കോസിൻ്റെ കേൾവിക്കാർ, വായനക്കാർ യഹൂദന്മാരല്ല, അവർ വിജാതീയരായ ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം യഹൂദന്മാരുടെ ആചാരങ്ങളെക്കുറിച്ച് 3-4 വാക്യങ്ങളിൽ വിശദമായിട്ട് മർക്കോസ് എഴുതിയിരിക്കുകയാണ്. കാരണം തൻ്റെ ഈ സുവിശേഷം വായിക്കുന്നവർക്ക് യഹൂദന്മാരുടെ ആചാരങ്ങളെക്കുറിച്ച് അത്രയും അവർക്ക് അറിഞ്ഞുകൂടാ. ഈ യഹൂദന്മാരുടെ ആചാരങ്ങളെന്ന് പറയുമ്പോൾ ഓരോ ഭക്ഷണത്തിന് മുമ്പും അവർ പ്രത്യേക രീതിയിൽ കൈ മുഴുവനും കഴുകുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ കഴുകിയെങ്കിലേ അവരുടെ ശരീരം ശുദ്ധമാവുകയുള്ളൂ, അങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് മതപരമായ ഒരു പഠിപ്പിക്കൽ അത് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ നാം മോശയുടെ പ്രമാണത്തിൽ അത് നേരിട്ട് ആവണ്ണം കാണുന്നില്ല. ഇത് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ സെറിമോണിയൽ ലോസ് എന്ന് പറയും. ചില കാര്യങ്ങളൊക്കെ മോശയുടെ പ്രമാണത്തിലുണ്ട്, പക്ഷേ അതിനോട് ചേർത്ത് പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് അത് ആചാരപരമായ അനേക നിയമങ്ങൾ അവരുണ്ടാക്കി വെച്ചിരുന്നു. അതുപോലെ അവർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് ചന്തയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ കുളിക്കുക പതിവായിരുന്നു. എന്ന് വെച്ചാൽ ചന്തയിൽ ചെല്ലുമ്പോൾ യഹൂദന്മാർ മാത്രമല്ല ചന്തയിലുള്ളത്, അവിടെ വിജാതീയരും എല്ലാ മതക്കാരും മറ്റുള്ള ആളുകളും ഒക്കെ അവിടെ വരും. അവരോടുള്ള സംസർഗ നിമിത്തം ഇവരുടെ വിശുദ്ധി പോയി എന്ന് അവർ ചിന്തിക്കുകയും അതിനാൽ വെളിയിൽ നിന്ന് വരുമ്പോൾ അവർ നന്നായിട്ട് കുളിച്ചിട്ടേ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പണ്ടുണ്ടായിരുന്ന തീണ്ടൽ തൊടിയിൽ എന്നുള്ള ആ ഒരു ആചാരത്തോട് നമുക്കിതിനെ ഉപമിച്ച് ചിന്തിക്കാൻ സാധിക്കും. മറ്റു ജാതിക്കാരുമായിട്ട് അടുത്തിടപെട്ടാൽ അവർക്ക് തീണ്ടലുണ്ടാകും. വീട്ടിൽ വന്ന് ശരീരം നന്നായിട്ട് കഴുകണം, കുളിക്കണം എന്നൊക്കെ അവരുടെ സെറിമോണിയൽ നിയമങ്ങളിൽ, ആചാരപരമായ നിയമങ്ങളിൽ ഉണ്ടായിരുന്നു. ആ കാര്യമാണ് ഇവിടെ മർക്കോസ് 3-4 വാക്യങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ പുറമേയുള്ള കുളിയും കഴുകലും ഒക്കെയാണ് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് എന്ന് ഈ യഹൂദന്മാർ വിചാരിച്ചിരുന്നു. എന്നാൽ യേശു അതിനെ തിരുത്തുന്നുണ്ട്. നമുക്ക് താഴോട്ട് വായിച്ചു വരുമ്പോൾ യേശു അതിനെ സംസാരിച്ചിട്ട് അവരോട് പറയുകയാണ്, ഇങ്ങനെയല്ല, പുറമേയുള്ള ശുദ്ധി അല്ല നിങ്ങൾക്ക് ആവശ്യം. അത് നല്ലതാണ്, എങ്കിലും ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പുറമേയുള്ള ശുദ്ധി മാത്രമല്ല, നിങ്ങളുടെ അകവും ശുദ്ധമാകണം. അകമേ നിങ്ങൾ ശുദ്ധരായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അംഗീകാരം കിട്ടൂ എന്നാണ് യേശു അവരെ പഠിപ്പിച്ചത്. അടുത്ത വാക്യങ്ങളിൽ നോക്കാം. 5 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ യേശുവിൻ്റെ യേശുവിനോടും ഈ വന്ന പരീശന്മാരും ശാസ്ത്രിമാരും സംസാരിക്കുന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് യേശുവിനോട് ചോദിച്ചു. ഇവിടെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും അവർ മത മേലധികാരികളാണ്, മതത്തിൻ്റെ അധികാരമുള്ള യഹൂദ മതത്തിൻ്റെ പ്രതിനിധികളാണ്. അവർ ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ എന്താണ് ശരിയായ രീതിയിൽ നമ്മെ പണ്ട് പഠിപ്പിച്ചിരിക്കുന്ന പൂർവന്മാരുടെ നിയമം അനുസരിച്ച് അവർ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടില്ല.
അവർ അശുദ്ധമായ രീതിയിലാണ് ഭക്ഷണം കഴിച്ചത്. ഇതെന്താണ് എന്ന് യേശുവിനോട് ചോദിച്ചു. വാസ്തവത്തിൽ ശിഷ്യന്മാരുടെ പേര് പറഞ്ഞ് ചോദിച്ചപ്പോൾ യേശുവിനെയും കൂടെയാണ് അവർ കുറ്റപ്പെടുത്തിയത് എന്ന് സാരം. യേശുവിനെയും അവർ കുറ്റപ്പെടുത്തി. 6-7 വാക്യങ്ങളിൽ യേശു അവർക്കൊരു മറുപടി കൊടുക്കുന്നു. നോക്കുക, 6-ാം വചനം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. യേശു അവർക്ക് മറുപടി കൊടുത്തു. നിങ്ങൾ പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിക്കുവാനായിട്ട് ഉത്സാഹം കാണിക്കുന്നവരാണ്, എന്നാൽ ഞാൻ നിങ്ങളുടെ കപടഭക്തി കാണുന്നു. യു ആർ ഹിപ്പോക്രൈറ്റ്സ്. നിങ്ങൾ കപടഭക്തരാണ് എന്ന് യേശു അവരോട് തുറന്ന് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ 4 സുവിശേഷങ്ങളിലുമുള്ള പഠിപ്പിക്കലുകളിൽ, വിശേഷാൽ യഹൂദ മത നേതാക്കളോട് സംസാരിക്കുമ്പോൾ അനേകം പ്രാവശ്യം ഇവരുടെ കപടഭക്തിയെ യേശു തുറന്നു കാണിക്കുകയും അവരോട് അവരുടെ കപടഭക്തിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഹിപ്പോക്രസി. ദ ലോർഡ് ജീസസ് എക്സ്പോസസ് ദെയർ ഹിപ്പോക്രസി. അനേക പ്രാവശ്യങ്ങളിൽ അവരുടെ കാപട്യത്തെ തുറന്നു കാണിക്കുന്നു. നാം ഗ്രഹിക്കേണ്ട ഒരു വസ്തുത, ഈ കപടഭക്തി അഥവാ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ ഈ പഠനത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്താണ് ഈ കപടഭക്തിയെ എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും പറഞ്ഞാൽ അതൊരു തരം അസത്യമാണ്, ഒരുതരം നുണയാണ് എല്ലാ കപടഭക്തികളും. കപടമായ ഭക്തി ദൈവം മുമ്പാകെയുള്ള ആരാധനയാകട്ടെ, പ്രസംഗമാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ഇതൊക്കെ കപടമായിട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ മനുഷ്യരെ കാണിക്കുവാനും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനും അത് ചെയ്യുന്നു. വാസ്തവത്തിൽ അത് ദൈവത്തിനാണ് വിളങ്ങേണ്ടത്. ദൈവമാണ് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും സ്തുതിസ്തോത്രങ്ങളും എല്ലാ ശുശ്രൂഷകളും ദൈവമാണ് കണ്ട് അംഗീകരിക്കേണ്ടത്. അതിൻ്റെ സ്ഥാനത്ത് കപടഭക്തന്മാരെ സംബന്ധിച്ച് അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനായിട്ട് ചെയ്യുന്നു. നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രിറ്റൻസ് അഥവാ ഒരു ധാരണ കൊടുക്കൽ, ഒരു അഭിനയം, ആക്ടിങ്, ഒരുതരം ഭോഷ്ക്, തെറ്റായ ധാരണ കൊടുക്കൽ, നമ്മെക്കുറിച്ച് നല്ലൊരു ധാരണ കൊടുക്കുന്നു. നാം വാസ്തവത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ വലിയൊരു ഇംപ്രഷൻ, വലിയൊരു ധാരണ മറ്റുള്ളവരുടെ മുമ്പിൽ നാം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെ കപടഭക്തി എന്ന് വിളിക്കാം. അത് കാപട്യമാണ്. സത്യമായിട്ടും നാം അങ്ങനെയുള്ളവരല്ല. എങ്കിലും നമ്മുടെ വേഷവിധാനം കൊണ്ടോ, നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ മറ്റെന്തെങ്കിലും ഭൗതികമായ മറ്റു കാര്യങ്ങൾ കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും പ്രത്യേകമായ കഴിവുകളോ ഒക്കെ കൊണ്ട് നാം നമ്മെക്കുറിച്ച് നല്ലൊരു ധാരണ കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനെയാണ് യേശു കപടഭക്തി എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഭക്തി കാപട്യമാണ്. അത് സത്യമായിട്ടും ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവം അത് അംഗീകരിക്കുകയില്ല. അത് കപടമാണ് എന്നാണ് യേശു പറഞ്ഞത്. ഓക്കെ, പ്രിയമുള്ളവരെ, ഇത് നാം സൂക്ഷിച്ച് ഒഴിയേണ്ട ഒരു കാര്യമാണ്. എല്ലാത്തരം കപടഭക്തിയും കാപട്യങ്ങളും ദൈവം വെറുക്കുന്നു. നമുക്ക് 2 വചനങ്ങൾ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 27-ഉം 28-ഉം വചനങ്ങൾ. മാത്യു 23, 27 and 28. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. പരീശന്മാരോട് വളരെ തുറന്ന് യേശു സംസാരിക്കുകയാണ്. നിങ്ങൾ മഹാ കാപട്യക്കാരാണ്. നിങ്ങളുടെ കപടതയും അധർമ്മവും എനിക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാപട്യവും അധർമ്മവും അനീതിയും ഉള്ളവരാണ്. പുറമേ നിങ്ങൾ നന്നായി അഭിനയിക്കുന്നു. ഒരു ശവക്കല്ലറയുടെ പുറത്ത് വെള്ള തേക്കുന്നു. വർഷാവർഷം കാട് വെട്ടിത്തെളിച്ച് ആ കല്ലറയ്ക്ക് വെള്ള തേച്ച് അലങ്കരിച്ച് ഭംഗിയാക്കി വെക്കുന്നു. എങ്കിലും യേശു പറഞ്ഞു, അത് പൊളിച്ചു നോക്കിയാൽ ആ കല്ലറയ്ക്കുള്ളിൽ ചത്തവരുടെ അസ്ഥികളും ദുർഗന്ധം വമിക്കുന്ന കാര്യങ്ങളുമാണ് ആ കല്ലറയ്ക്ക് ഉള്ളിലുള്ളത്. പ്രിയമുള്ളവരെ, എല്ലാവിധ
കാപട്യവും കപടഭക്തിയും ഒഴിഞ്ഞിരിക്കുവാൻ കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് കപടമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഒരു ദൃഷ്ടാന്തം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ 12-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ യൂദ ഇസ്കരിയോത്താവിനെ സംബന്ധിച്ചാണ്. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഒരു കമന്റ് പരിശുദ്ധാത്മാവ് അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. യോഹന്നാൻ ആണത് എഴുതിയത്. ഒരുപക്ഷെ യോഹന്നാൻ ദൈവികമായ ഒരു നടത്തിപ്പോടെ അത് എഴുതിയതാണ്. ഇത് 6-ാം വാക്യം, ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. നോക്കുക, പുറമെ യൂദാ ഇസ്കരിയോത്താവ് ഭംഗിയായി സംസാരിച്ചു. അയ്യോ, ഇത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. എങ്കിലും അവിടെ അവൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ, അതിനെക്കുറിച്ച് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ കള്ളനായതുകൊണ്ടാണ്. പണസഞ്ചിയിലിട്ട പണം ഇടയ്ക്കൊക്കെ മോഷ്ടിച്ചെടുക്കുക പതിവായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പണസ്നേഹവും ധനത്തോടുള്ള ആർത്തി നിമിത്തമാണ് അവൻ ദരിദ്രരുടെ കെയർ ഓഫിൽ ഈ അഭിപ്രായം പറഞ്ഞത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കുക, ദൈവം നമ്മുടെ വാക്കുകളും പുറമേയുള്ള പ്രവൃത്തികളും മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെയും ദൈവം അളക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇനി ഈ കപടഭക്തി ആരാധനയിലും ഉണ്ടായിരുന്നു യഹൂദന്മാരെ സംബന്ധിച്ച്. അവരുടെ ആരാധനയെക്കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ യെശയ്യാവ് പറയുന്നത് നോക്കുക. യെശയ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വചനം, ഐസയ 29:13. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷ കൽപ്പന അത്രേ. ദൈവം യഹൂദന്മാരോട്, ഇസ്രായേൽക്കാരോട് പറയുകയാണ്, നിങ്ങൾ പുറമേ ഭക്തി കാണിക്കുന്നു, എങ്കിലും എന്നോടുള്ള ഭക്തിയിൽ നിങ്ങളുടെ ഹൃദയം ഉൾപ്പെടുന്നില്ല. നിങ്ങളുടെ ഹൃദയം ദൂരെയാണ്, മറ്റ് കാര്യങ്ങളിലാണ് നിങ്ങളുടെ ഹൃദയം ഏർപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഭക്തിയൊക്കെ ഒരു ഷോ മാത്രമാണ്, മനുഷ്യരെ കാണിക്കുവാനായിട്ട് പുറമേ ഉള്ള ഒരു പ്രകടനം മാത്രമാണ് നിങ്ങളുടെ ഭക്തി. നിങ്ങളുടെ ഹൃദയം എങ്കിലല്ല, എന്നിലല്ല. മറിച്ച് നിങ്ങളുടെ ഹൃദയം വളരെ ദൂരെയാണ്. എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ മാന്യനാകാം, സൊസൈറ്റിയിൽ എങ്ങനെ സ്റ്റാറ്റസ് ഉണ്ടാകാൻ പറ്റും, എങ്ങനെ മാന്യനാകാം, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ യഹൂദന്മാരെ സംബന്ധിച്ച് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കപടഭക്തന്മാരാണ്, നിങ്ങളുടെ സമ്പ്രദായമാണ് നിങ്ങൾക്ക് മുഖ്യം. നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പനയെ മാറ്റിക്കളഞ്ഞു. നോക്കുക, 9-ാം വാക്യം, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന കളയുന്നത് നന്നായി. അത് ഒരു സർക്കാസ്റ്റിക്കായി അല്പം പരിഹാസ ചൊവ്വയോടെയാണ് യേശു അവരോട് സംസാരിക്കുന്നത്. കൊള്ളാം, നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയാൻ വേണ്ടി, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി ദൈവകൽപ്പന നിങ്ങൾ തള്ളിക്കളഞ്ഞു അല്ലേ, കൊള്ളാം. അത് ഒരു പരിഹാസ ചുവയോടെയാണ് യേശു അവരോട് പറയുന്നത്, സർക്കാസ്റ്റിക്കായിട്ടാണ് പറയുന്നത്. എന്നിട്ട് 10-ാം വാക്യത്തിൽ നോക്കുക, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശെ പറഞ്ഞുവല്ലോ. ഇനി അവിടെ ഒരു ദൃഷ്ടാന്തമാണ്. ഒരു ദൃഷ്ടാന്തത്തിൽ യേശു പറയുകയാണ്, നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഈ തലമുറയിൽ നടക്കുന്ന ഒരു തെറ്റായ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അത് മതഭക്തരായ മതനേതാക്കൾ ജനങ്ങളുടെ കയ്യിൽ നിന്നും മാതാപിതാക്കൾക്ക് പോലും പണം കൊടുക്കാതെ മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കേണ്ട പണം എങ്ങനെയാണ് അവർ തട്ടിയെടുക്കുന്നത് എന്ന് യേശു കാണിച്ചു. അന്ന് നിലവിലിരുന്ന ഒരു കാര്യം, അമ്മയപ്പന്മാർക്ക് അവർ വയസ്സാകുമ്പോൾ മക്കൾ അവരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ സംരക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് കൊടുക്കാനുള്ള, അവർക്ക് വേണ്ടി ചിലവാക്കാനുള്ള പണം നിങ്ങൾ ദൈവാലയത്തിൽ വഴിപാടിട്ടിട്ട് അവരോട് പോയി പറഞ്ഞാൽ മതി, ഖുർബാൻ അത് ദൈവത്തിനായിട്ട് കൊടുത്തിരിക്കുന്നു, അത് ദൈവത്തിന് ഒരു ഗിഫ്റ്റായിട്ട്, ദൈവത്തിന് വഴിപാടായിട്ട് അർപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർബാൻ എന്ന് പേരൻസിനോട് പറഞ്ഞാൽ പിന്നെ പേരൻസ് നിങ്ങളൊന്നും കൊടുക്കണ്ട എന്നാണ് യഹൂദ ജനതയെ മതമേധാവികൾ പഠിപ്പിച്ചത്. എന്താണ് ഈ ഖുർബാൻ നിയമം ഉണ്ടാക്കിയത്? അവർക്ക് ആലയത്തിൽ ധാരാളം പണം കിട്ടണം,
അമ്മയപ്പന്മാരെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അവരെങ്ങനെയായാലും പ്രശ്നമില്ല. ആലയത്തിൽ അവർക്ക് ചെലവഴിക്കുവാൻ പണം വേണം, ആലയത്തിൽ ധാരാളം പണം വരണം. അതുകൊണ്ടാണ് ഈ ഖുർബാൻ എന്നൊരു കാര്യം അവർ കൊണ്ടുവന്നത്. വാസ്തവത്തിൽ മോശയുടെ ന്യായപ്രമാണത്തെ അവർ വളച്ചൊടിച്ചാണ് ഈ ഖുർബാൻ എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടാക്കിയത് എന്ന് കാണാൻ സാധിക്കും. എന്താണ് പഴയ നിയമത്തിൽ പറയുന്നത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം നോക്കുക. മോശയുടെ ന്യായപ്രമാണം അവിടെ കാണാൻ സാധിക്കും. പുറപ്പാട് 20-ന്റെ-12 നോക്കുക. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പനെയും അമ്മയും വയസ്സാകുമ്പോൾ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്? അവരുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായത് അവർക്ക് കൊടുത്തുകൊണ്ടാണ്. എന്നാൽ ആ നിയമത്തെ സൗകര്യപൂർവ്വം മറ്റൊരു നിയമം ഉണ്ടാക്കി, ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി, എന്നിട്ടത് പള്ളിയിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ജനങ്ങളെ ആ രീതിയിൽ പഠിപ്പിച്ച് മാതാപിതാക്കൾക്ക് ബഹുമാനിക്കാതിരിക്കുവാനായിട്ടാണ് അന്നത്തെ യഹൂദ സമ്പ്രദായം വളർന്നു വന്നത്. അതുപോലെ പാവപ്പെട്ടവരെ, ആവശ്യങ്ങൾ ഇരിക്കുന്നവരെ സഹായിക്കുവാനുള്ള നിയമവും ഉണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 35-ാം വാക്യം നോക്കുക. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നിട്ട് നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങണം. അന്യനും പരദേശിയും എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ പാർക്കണം. സമൂഹത്തിലെ യഹൂദരായ പാവപ്പെട്ട ആളുകളെയും നീ സഹായിക്കണം. അങ്ങനെ മാതാപിതാക്കളെയും ദരിദ്രന്മാരായവരെയും ആവശ്യക്കാരെയും ഒക്കെ നിങ്ങൾ സഹായിക്കണം. അതാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യം. എന്നാൽ മക്കളെ അതിന് വിപരീതമായിട്ട് പഠിപ്പിക്കുന്ന ഖുർബാന്റെ ഉപദേശം അന്നത്തെ മതമേധാവികൾ കൊണ്ടുവന്നു. അതുകൊണ്ട് മക്കൾ അമ്മയപ്പന്മാർക്ക് വേണ്ടത് ചെയ്യാൻ കഴിയുന്നില്ല. യേശു അതിനെ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്. നോക്കുക, ദൈവകൽപ്പനയെ നിങ്ങൾ സൗകര്യപൂർവ്വം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ സമ്പ്രദായങ്ങൾക്ക് മുഖ്യത്വം കൊടുത്തുകൊണ്ട് അമ്മയപ്പന്മാരെ കരുതുന്നതും അവർക്ക് ചെലവിന് കൊടുക്കുന്നതും നിങ്ങൾ അത് വിലക്കിയിരിക്കുകയാണ്. ഇത് വളരെ തെറ്റാണ് എന്ന് യേശു അവരോട് പറഞ്ഞു. മക്കൾ അമ്മയപ്പന്മാരോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാൽ അന്ത്യനാളുകളിൽ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്ത ആളുകൾ ഉണ്ടായി വരും. 2 തിമോഥെയോസ് 3-ാം അധ്യായം 2-ാം വാക്യം നോക്കുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും ഒക്കെ ആയിരിക്കും. അവർ അമ്മയപ്പന്മാരെ അനുസരിക്കുകയില്ല, അവരോട് നന്ദി കാണിക്കുകയില്ല. നോക്കുക, ഈ യഹൂദന്മാർ യേശുവിൻ്റെ കാലത്ത് മോശ വഴി അവർക്ക് ലഭിച്ച ആ ന്യായപ്രമാണത്തെ സൗകര്യപൂർവ്വം അവർ വളച്ചൊടിച്ച് തങ്ങളുടെ സമ്പ്രദായങ്ങളെ പ്രമാണിക്കുവാനായിട്ട് അവർ അതിനെ പലപ്പോഴും തിരുത്തുകയുണ്ടായി എന്ന് കാണാൻ സാധിക്കും. ഇതിനെയാണ് യേശു അവരോട് വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. 2-ാം ഭാഗത്തേക്ക് നമുക്ക് പോകാം. അത് 14-ാം വാക്യം മുതലാണ്. 14-ാം വാക്യം മുതൽ ഉള്ള നാം ഇനി ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇന്നർ പ്യൂരിറ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആന്തരികമായ വിശുദ്ധിയാണ് ഏറ്റവും മുഖ്യമായത് എന്ന് യേശു അവരെ പഠിപ്പിക്കുന്നതാണിത്. അതിൻ്റെ 14-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ നമുക്ക് പരിശോധിക്കാം. അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് യേശു അവർക്ക് നൽകിയത്. എന്താണ് ഒരു മനുഷ്യനെ വാസ്തവത്തിൽ അശുദ്ധനാക്കുന്നത്? മനുഷ്യനെ ഡിഫൈൽ ചെയ്യുന്നത് എന്താണ്? അത് ബാഹ്യമായ കാര്യങ്ങളോ, ധരിക്കുന്ന വസ്ത്രമോ, നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണമോ, ഇതൊന്നുമല്ല എന്ന് യേശു അവരെ പഠിപ്പിച്ചു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ദുശ്ചിന്തകളും ദുരാസക്തികളും ദുർമോഹങ്ങളുമാണ് നിങ്ങളെ അശുദ്ധരാക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വായിൽ കൂടെ അകത്ത് ചെല്ലുന്ന ഭക്ഷണമല്ല നിങ്ങളെ അശുദ്ധരാക്കുന്നത് എന്ന് യേശു അവിടെ പഠിപ്പിച്ചു. അതെ, നിങ്ങളുടെ ഉള്ളിലുള്ള ദുഷ്ടവിചാരങ്ങളാണ് നിങ്ങളെ അശുദ്ധരാക്കുന്നത്. യേശു അവിടെ 15-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ നാം കാര്യമായി സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന ചിന്തകൾ എങ്ങനെയുള്ളതാണ്? ദ തോട്ട്സ് ഓഫ് അവർ ഹാർട്ട്സ്
അതിനാണ് മുഖ്യത്വം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാം വാക്യം നോക്കുക. Proverbs 4:23. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്, ഫോർ ഔട്ട് ഓഫ് ഇറ്റ് ആർ ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്. ഹൃദയത്തിലുള്ള വിചാരങ്ങളാണ് ഒരുവനെ അശുദ്ധനാക്കുകയോ അല്ലാതാക്കുകയോ ചെയ്യുന്നത് എന്ന് ഇവിടെ യേശു പഠിപ്പിച്ചു. നമ്മുടെ ചിന്തകളെക്കുറിച്ച് നാം വളരെ കരുതലുള്ളവരായിരിക്കണം. നിങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവർക്കെല്ലാവർക്കും ചെവി ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സന്ദേശം സസൂക്ഷ്മം കേൾക്കുവാനുള്ള ഒരു സെൻസിറ്റിവിറ്റി, ഒരു സ്പർശതാബോധം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യേശു അവർക്കുള്ള ആ റിസപ്റ്റിവിറ്റി, അതിനുള്ള സംവേദനക്ഷമത കുറവായിരുന്നത് കൊണ്ടാണ് യേശു ഈ വാക്ക് അവരോട് പറഞ്ഞത്. ഇനി 17 മുതലുള്ള വാക്യങ്ങളിൽ യേശു ഒരു പാരബിൾ അഥവാ ഒരു ഉപമ അവരോട് സംസാരിക്കുന്നു. അത് സാധാരണ ഉപമകളെപ്പോലെ ഒരു കഥാരൂപത്തിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. 17-18 വാക്യങ്ങൾ വായിക്കാം. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു. ഏത് ഉപമ? നിങ്ങളുടെ വായിൽ കൂടെ അകത്ത് ചെല്ലുന്ന ഭക്ഷണമല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കുന്നത്. ആ ഉപമയുടെ അർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അവരത് ആ രീതിയിൽ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പലപ്പോഴും നാമും അങ്ങനെ അത് ചിന്തിച്ച് കാണുകയില്ല. നാം ചിന്തിക്കാത്ത രീതിയിൽ ദൈവവചനം ചില കാര്യങ്ങളിൽ നമ്മളോട് സംസാരിക്കാറുണ്ട്. എന്നാൽ യേശു അവർക്ക് അത് വിശദമാക്കി കൊടുത്തു. 18-ാം വാക്യം. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? യേശു ഉപമയുടെ അർത്ഥം അവർക്ക് പറഞ്ഞു കൊടുത്തു. 19-ാം വാക്യം. അതായത് പുറത്തു നിന്നും അകത്ത് ചെല്ലുന്ന ഭക്ഷണം അതവൻ്റെ ഹൃദയത്തിൽ അല്ല, വയറ്റിലത്രേ ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ ആശയം? നിങ്ങൾക്കറിയുന്നില്ലയോ? നിങ്ങൾ മന്ദതയുള്ളവരാണോ? നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ എന്നാണ് യേശു അവരോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമായിട്ട് നമ്മുടെ ഹൃദയം പകരുകയും ചെയ്ത് ദൈവമായിട്ടുള്ളൊരു സജീവ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്നാൽ നമ്മുടെ ശ്രദ്ധയും താല്പര്യവും മുഴുവൻ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ, ഭൗതികമായ കാര്യങ്ങളിലും പണത്തിലും വസ്തുവകളിലും കുടുംബത്തിലും അങ്ങനെ ഭൗതികമായ കാര്യങ്ങളിലാണ് നമ്മുടെ മുഖ്യ ശ്രദ്ധയെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതിലും നമുക്കൊരു മന്ദതയുണ്ടായിരിക്കും. അതിൽ നമുക്ക് ഒരു ഡൾനെസ് ഉണ്ടായിരിക്കും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവിക വിഷയങ്ങളിൽ മന്ദതയുള്ളവരാകരുത്. ആ കാര്യത്തിൽ നമുക്ക് സെൻസിറ്റിവിറ്റി ആവശ്യമാണ്. ഇവിടെ യേശു പറഞ്ഞ ഈ ദൃഷ്ടാന്തം, ഈ ഉപമ യഹൂദന്മാരുടെ ഭക്ഷണ നിയമം സംബന്ധിച്ച കാര്യമാണ്. എന്താണ് അവരുടെ ഭക്ഷണ രീതി? ദൈവം അവർക്ക് ഭക്ഷിക്കാവുന്ന നല്ല ഭക്ഷണങ്ങളെ, അതുപോലെ ഭക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇന്ന ഇന്ന മത്സ്യങ്ങളെ കഴിച്ചുകൂടാ, ഇന്ന മാംസ്യം ഭക്ഷിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ നമുക്കത് ലേവ്യ പുസ്തകത്തിലും മറ്റും കാണാൻ സാധിക്കും. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദന്മാർ എന്താ മനസ്സിലാക്കിയിരുന്നത്? ഇന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ വിശുദ്ധരാണ്. അങ്ങനെയാണ് അവർ ചിന്തിച്ചത്. ചില ഭക്ഷണങ്ങൾ നിങ്ങളെ അശുദ്ധരാക്കും. ഉദാഹരണമായി, ചെതുമ്പലും ചിറകും ഇല്ലാത്ത മത്സ്യം, അത് വിലക്കപ്പെട്ടതാണ്. അത് യഹൂദന്മാർ കഴിച്ചുകൂടാ എന്ന് ദൈവം വിലക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെതുമ്പലില്ലാത്ത മത്സ്യം കഴിച്ചാൽ നിങ്ങൾ അശുദ്ധരാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണം വർജിച്ചാൽ നിങ്ങൾ ശുദ്ധരായി തീരും എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്. ഡയറ്ററി ലോസ്, ഭക്ഷണപരമായ നിയമങ്ങൾ ഉപയോഗിച്ച് ചിലതിനെ വർജിച്ചാൽ നിങ്ങൾക്ക് ശുദ്ധരാകാൻ കഴിയുമെന്നൊരു പഠിപ്പിക്കലാണ് അവർക്കുണ്ടായിരുന്നത്. യേശു അതിനെ തിരുത്തി. നിങ്ങൾ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾ വിശുദ്ധരാകുകയില്ല. ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾ വിശുദ്ധരാകുകയില്ല. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവികമായ കാര്യങ്ങൾ ഉണ്ടാകണം. ഓക്കെ, യേശു അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിലാണ് പാപം ഉണ്ടാകുന്നത്. നിങ്ങളുടെ മനോഭാവങ്ങളിലും നിങ്ങളുടെ ഉദ്ദേശങ്ങളിലും ആണ് ദോഷം കുടികൊള്ളുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവമക്കളെ, ക്രിസ്തു ചെയ്യുന്നത്
നമ്മുടെ ചിന്തകളെ അവൻ പുതുക്കി തരുന്നു, നമുക്ക് പുതിയ ചിന്തകൾ നൽകുന്നു. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ ചിന്തകളെ പുതുക്കി നമ്മെ പുതിയ മനുഷ്യരാക്കി മാറ്റുന്നു. നമുക്ക് നോക്കാം റോമർ 12-ാം അധ്യായം 2-ാമത്തെ വചനം നോക്കുക. റോമൻസ് 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂയിങ് ഓഫ് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഉദ്ദേശങ്ങളും പവിത്രമാകണം. അപ്പോഴാണ് നിങ്ങൾക്ക് വിശുദ്ധരാകാൻ സാധിക്കുന്നത്. ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾ വിശുദ്ധരാകുന്നില്ല എന്ന് യേശു അവരെ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാമോ? നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ എങ്ങനെ ഇരിക്കുന്നു? യേശു പരിശുദ്ധാത്മാവിനാൽ നമ്മെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിന് ഹിതകരമായ ചിന്തകളുള്ളവരാക്കി നമ്മെ മാറ്റുവാനാണ് ഈ കാലങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യങ്ങൾ വായിക്കാം. ഭക്ഷണത്തെക്കുറിച്ച് യേശു പറഞ്ഞു, അത് ഹൃദയത്തിലല്ല വയറ്റിലെത്ര ചെല്ലുന്നത്, അത് പിന്നീട് അത് മറപ്പുരയിലേക്ക് പോകുന്നു, അതില്ലാതെയാകുന്നു. നിങ്ങൾ ഭക്ഷണം സ്തോത്രം ചെയ്ത ഏത് ഭക്ഷണവും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാണ് പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പഠിപ്പിക്കൽ. ഇനി 21, 22, 23 വാക്യങ്ങൾ നോക്കുക. എന്താണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്? ഇത് വളരെ മുഖ്യമായ വിഷയമാണ്. ഇവിടെ യേശു അവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിനകത്ത് 13 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. അകത്തു നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നു തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. എണ്ണി നോക്കിയാൽ 13 കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ 13 അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുമുണ്ട് ഈ കുടുംബത്തിൽ. എല്ലാ ഹൃദയത്തിൽ നിന്ന് വരുന്ന എല്ലാ തെറ്റായ ചിന്തകളും തിന്മകളും ആണ് അവിടെ പറയുന്നത്. നമുക്കിത് പരിചയമുള്ള കാര്യങ്ങളാണ്. നാം ഇത് പലപ്പോഴും ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. മോശമായ ചിന്തകൾ, വ്യഭിചാര ചിന്തകൾ, ലൈംഗികമായ മോശമായ ചിന്തകൾ, കൊലപാതകം. യേശു അത് പഠിപ്പിച്ചു. കോപം കൊലപാതകത്തിന് ഈക്വലൻ്റാണ്, തുല്യമാണ് എന്ന് യേശു പഠിപ്പിച്ചു. മോഷണം, മോഷ്ടിക്കുന്നത് പാപമാണ്. ദൈവത്തിന് അർഹതപ്പെട്ട മഹത്വം നിങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിച്ചാൽ അതും ഒരുതരം മോഷണമാണ്. എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അത്യാഗ്രഹം, മറ്റുള്ളവർക്കുള്ളതെല്ലാം എനിക്കും വേണം എന്നുള്ള ആ ഒരു അത്യാഗ്രഹം നമ്മിൽ പലർക്കും അതില്ലേ? ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങളിൽ നാം തൃപ്തരാണോ, അതോ നാം അത്യാഗ്രഹികളാണോ? അതിനെക്കുറിച്ച് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്ന് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. അത് വിഗ്രഹാരാധന പോലെ ആണ് ഈ അത്യാഗ്രഹം എന്ന് പറയുന്നത്. ദുഷ്ടത, ഹൃദയത്തിലുള്ള ദുഷ്ടത. പലപ്പോഴും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയാത്തത് നമ്മിലുള്ള ദുഷ്ടത കൊണ്ടല്ലേ? ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്. എന്താണ് വിടക്ക് കണ്ണ്? വിടക്ക് കണ്ണ് എന്ന് പറഞ്ഞാൽ അസൂയയോടുകൂടിയുള്ള നോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. എൻവി എന്നാണ് അതിന് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നന്മയും അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടാകുമ്പോൾ നമുക്ക് കണ്ണ് കടിക്കുന്നു. അതാണ് വിടക്ക് കണ്ണ്. കണ്ണ് ശരിയല്ല, അത് ശരിയായ രീതിയിൽ അത് കാണുന്നില്ല. പഴയ നിയമത്തിൽ നോക്കിയാൽ ദാവീദിന് വലിയ മഹത്വം കിട്ടിയപ്പോൾ, ആളുകൾ അവനെ പ്രശംസിച്ചപ്പോൾ നമുക്കറിയാം രാജാവായിരുന്ന ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി, അവനോട് അസൂയ തുടങ്ങി എന്നവിടെ വായിക്കുന്നു. അത് മാറ്റിക്കളയേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എല്ലാത്തരം അസൂയയും മറ്റുള്ളവർക്ക് ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകുമ്പോൾ അത് സന്തോഷത്തോടെ സ്തോത്രത്തോടെ ദൈവം നീ അവർക്ക് കൊടുത്തല്ലോ, നല്ല കാര്യം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ നാം മനസ്സ് വെക്കണം. എല്ലാത്തരം അസൂയയും മാറിപ്പോകട്ടെ. ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവയൊക്കെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ഇത് നമ്മെ പാപത്തിലേക്ക് നയിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ മോശമാക്കി തീർക്കുകയും ചെയ്യുന്നു. ഇത് നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇതിൽ നിന്നൊക്കെയും വിടുവിച്ച് ആന്തരികമായ വിശുദ്ധി നൽകി നമ്മെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നോക്കാം എബ്രായർ 3-ാം അധ്യായം 12-ാം വചനം. ഹീബ്രൂസ് 3 chapter 3 verse 12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന്
അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം, ദുഷ്ടത നിറഞ്ഞ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകാതെ നിങ്ങൾ നോക്കണം, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം എന്ന് ഇവിടെ നാം വായിക്കുന്നു. മനുഷ്യൻ്റെ പൊതുവെ ഹ്യൂമാനിറ്റിയെക്കുറിച്ചും മനുഷ്യജാതിയെക്കുറിച്ചും പൊതുവെ പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു അധപ്പതനവും പാപത്തിലേക്കുള്ള ഒരു ചായ്വും ഉണ്ട്. അതാണ് റോമർ 1-ാം 24-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്. റോമൻസ് 1:24. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. മനുഷ്യൻ്റെ അധപ്പതനം, അവൻ്റെ ഡിപ്രേവിറ്റി, അവൻ്റെ പാപത്തിലുള്ള അവൻ്റെ വീഴ്ച വലിയൊരു വീഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ദോഷങ്ങൾ പൊങ്ങി വരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇങ്ങനെയുള്ള ദുഷ്ടതകളെ നാം തള്ളിപ്പറഞ്ഞ് യേശുവിൽ കൂടെയുള്ള ആ രക്ഷയും വീണ്ടെടുപ്പും നമുക്ക് കൈവശമാക്കുവാൻ സാധിക്കും. നാം ഈ പറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ ദോഷചിന്തകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുവാൻ പര്യാപ്തമാണ്. ഇതിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നും നാം അറിയണം. നാം ഈ കാര്യങ്ങളെ അനുവദിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ ഇരിക്കുവാൻ നാം അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മിൽ പ്രസാദമില്ല, ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല എന്നുള്ള കാര്യം നിശ്ചയമായിട്ടും നാം അറിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രി ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു? നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ അത് നല്ല ചിന്തകളാണോ? 4 പേർ അറിഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ചിന്തകളാണോ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് പരിശോധിക്കാം. 4 പേർ അറിയുന്നതിനേക്കാളും വളരെ വളരെ ഗൗരവമാണ് ഇത് ദൈവം അറിയുന്നു എന്നുള്ളത്. ദൈവമേ, അങ്ങേക്ക് പ്രസാദകരമായ നല്ല ചിന്തകൾ മാത്രം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാത്ത പക്ഷം ഞാൻ പുറമേ മാന്യനും നല്ലവനുമായി അഭിനയിച്ചാലും, പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുകയും മീറ്റിങ്ങുകളിൽ പോവുകയും സ്തോത്രം പറയുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പുറമേ ഉള്ള നല്ലൊരു ഇംപ്രഷൻ കൊടുക്കുന്നവരായിരിക്കാം, ഭക്തിയുടെ വേഷം നമുക്കുണ്ടായിരിക്കാം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അന്ത്യകാലത്ത് ജനങ്ങൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ആന്തരിക ശക്തിയായ ആ വിശുദ്ധമായ ജീവിതത്തെ ത്യജിക്കുന്നവരായിരിക്കും. നമ്മുടെ അനുഭവം എങ്ങനെയാണ്? നാം മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ യേശു പറഞ്ഞ ഈ കാര്യം നാം വളരെ ഗൗരവമായി ഇന്ന് രാത്രി എടുക്കണം. അകത്തു നിന്ന്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ 13 കൂട്ടം ദുഷ്ടതകളും അതിൻ്റെ അനുബന്ധമായ എല്ലാ ദുഷ്ടതകളും ജഡത്തിൻ്റെ പ്രവൃത്തികളായി നാം ഗലാത്യർ 5-ാം അധ്യായത്തിൽ വായിക്കുന്ന ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവയെല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് അത് വായിൽ കൂടെയും പ്രവൃത്തികൾ കൂടെയും പുറത്തു വരികയും നമ്മെ തന്നെ അശുദ്ധമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഒരു നാൾ ദൈവമുമ്പാകെ നാം നിൽക്കുമ്പോൾ നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരല്ലേ നാം? ദൈവം ഇങ്ങനെയുള്ള എല്ലാ ദോഷചിന്തകളെയും മാറ്റി എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാമോ? ഓക്കെ, നമുക്ക് ഈ കാര്യത്തിൽ ഒരു മുന്നേറ്റം ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കേണ്ട ചിന്തകളെക്കുറിച്ചും ഒരു വചനം വായിച്ച് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഫിലിപ്പിയർ 4-ാം അധ്യായം 8-ാം വാക്യം നോക്കുക. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:8. പല കാര്യങ്ങളും പറഞ്ഞു വന്ന ശേഷം ദൈവദാസൻ പറയുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. 8 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ ഈ രീതിയിലുള്ളതാകട്ടെ, ഈ വിധത്തിലുള്ളതാകട്ടെ. പാപകരമായ, ദോഷകരമായ, ദൈവത്തിന് പ്രസാദമല്ലാത്ത ചിന്തകളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇറക്കി വിടണം. കാരണം ജീവൻ്റെ ഉത്ഭവം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ചിന്തകൾ പവിത്രമായിരിക്കണം. ദൈവമേ, ഒരു നല്ല നന്മയുള്ള, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, കരുതുന്ന, ദോഷം വിചാരിക്കാത്ത, ദുഷ്ടതയില്ലാത്ത ഒരു നല്ല ഹൃദയം, അസൂയയില്ലാത്ത, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഹൃദയം എനിക്ക് നൽകണമേ. ഇവിടെ ഫിലിപ്പിയറിൽ നാം വായിച്ചതുപോലെ സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും മനോഹരമായതും സൽഗുണമോ പുകഴ്ചയോ ആയിട്ടുള്ളതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ.
നമ്മുടെ ഹൃദയങ്ങളിൽ ഇത് നിറയ്ക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ ദോഷകരമായ ചിന്തകളെയും തള്ളിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയം നല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നാം നമ്മുടെ കുടുംബത്തിലും സഭയിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെയും മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. ഇനിമേലാൽ നാം ആരും കപടഭക്തന്മാരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പുറമേ അഭിനയിക്കുന്ന ഒരു ജീവിതമല്ല. ദൈവം നമ്മുടെ ആന്തരിക വിശുദ്ധി, ആന്തരിക ഹൃദയത്തിൻ്റെ ചിന്തകൾ കാണുന്നു. അവിടുത്തെ മുമ്പിൽ പവിത്രമായി നല്ല ചിന്തകളോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വഴി നടത്തട്ടെ, സഹായിക്കട്ടെ.